ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ട്രസ്റ്റിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഞാനും മെജോ ഇന്നുള്ളത് ലോക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ലോക്കൽ യൂണിവേഴ്സിറ്റിയെ ആശ്രയിച്ചാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന്, അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി നോക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും മെജോയും ഇവിടെ വന്നത് തന്നെ കേരളത്തിൽ ഇത്രയും ആളുകൾ, കാരണം നമ്മുടെ നാട്ടിൽ വിജയശതമാനം ഒരുപാട് കുറവാണ്. കുറേ ആളുകൾക്ക് സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ അരിയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് അവർ നിന്ന് പോകുന്ന സമയത്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനും മെജോയും ഇന്നുള്ളത് ലോക്കൽ യൂണിവേഴ്സിറ്റി ശരൺപൂർ അല്ലെങ്കിൽ മിർസാപൂർ ലൈനിൽ നമ്മുടെ UP-യിലാണ്. യൂണിവേഴ്സിറ്റി ഒറിജിനലാണ്, യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ ഒറിജിനലാണ്. നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ലോക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എഡ്യൂവിങ് വഴി നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അവർ ഡയറക്റ്റ് നിങ്ങളെയും കൊണ്ട് യാത്ര ചെയ്ത് കൃത്യമായി നിങ്ങൾക്ക് തരേണ്ട എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ കൂടെ അവരുടെ ഒരു സ്റ്റാഫ് ട്രാവൽ ചെയ്ത് ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് തന്ന് എക്സാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് തിരിച്ച് നാട്ടിലോട്ട് പോകും. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന എഡ്യൂവിങ്ങും, അതിനോടൊപ്പം തന്നെ എഡ്യൂവിങ്ങിന് മറ്റൊരു ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലോക്കൽ മാത്രമല്ല മറ്റുള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്. പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളാണ് കുറച്ച് ലിബറൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്, അല്ലേ മെജോ, സൗത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടില്ല, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി പഠിച്ച യൂണിവേഴ്സിറ്റികൾ നമുക്കറിയാം. MG ആയിക്കോട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കുറച്ചൊക്കെ ടഫാണ്. പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ ലൈഫിൽ കുറേ ബെറ്റർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു കോഴ്സ് റൈറ്റ് ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെയും കുറേ നമ്മൾ ടെൻഷൻസ് എടുക്കാനുള്ള അവസരം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ബെറ്റർമെൻറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലിബറാലിറ്റി കിട്ടാറുണ്ട്. അവിടെ നമുക്ക് എക്സാമുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 2 ഇൻടേക്കുകളാണ് സാധാരണ, ജാനും അതുപോലെ തന്നെ ജൂണും. അപ്പോൾ ജാനുവരി വരുന്നവർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള എത്ര എക്സാം ബാക്കിയുണ്ടോ അത് ഒന്നിച്ചെഴുതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോൺവക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനലായിരിക്കും. നിങ്ങൾക്ക് ആരുടെ മുമ്പിലും ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും എൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ്. കാരണം നിങ്ങൾ ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് വന്ന് എക്സാം എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ നിന്ന് നിങ്ങൾക്ക് പൈസ അടച്ച ID കാർഡും അതിനോടൊപ്പം തന്നെ ഡ്യൂ ഫോം ഒക്കെ കെട്ടി ഒരു കോളേജ് ലൈഫിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ കൃത്യമായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എഡ്യൂവിങ്ങിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻസ് ഉള്ളത് ഞാൻ ഇന്നിപ്പോൾ എനിക്കിതിനകത്ത് പറയാൻ അറിയില്ല. നിങ്ങൾക്ക് എഡ്യൂവിങ്ങിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമെങ്കിൽ മറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. സോ എഡ്യൂവിങ്ങിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, നിങ്ങൾ അത്രയ്ക്ക് കെയർ ചെയ്യും. അതായത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, സപ്പോർട്ട്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആവാം, അതും ഇന്ത്യയിലോ അബ്രോഡോ ഒക്കെ വർക്ക് ചെയ്യുന്നവരാവാം. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം സിലബസിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലായാലും എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങളായാലും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് കിട്ടുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരിക്കണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം അച്ചീവ്മെൻ്റ് ആയിരിക്കും. സോ ഇവിടെ ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ്. കാരണം വലിയൊരു യൂണിവേഴ്സിറ്റി വർക്കിംഗ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അല്ലാതെ ഇത് ചുമ്മാ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനമൊന്നും അല്ല. ഓൾറെഡി ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ പല ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട് പഠിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പമാണ് നമ്മളിവിടെ വന്ന് എക്സാമിനേഷൻ. നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ, നൈജീരിയൻസും പല കൺട്രിയിൽ നിന്ന് ഇവിടെ ആളുകൾ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒത്തിരി ആളുകളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. ഓൾറെഡി നിലവിൽ ഇവിടെ എക്സാം എഴുതാൻ വന്നവരൊക്കെ വളരെ കംഫർട്ടബിൾ. അവരുടെ ട്രാവലിങ്ങും അതിനെക്കുറിച്ച് എക്സാമിനേഷൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വളരെയധികം ഞങ്ങളോട് ഷെയർ ചെയ്യുകയുണ്ടായി. സോ എല്ലാവരും കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ്. കാരണം നിങ്ങളുടെ അവരുടെ എല്ലാം മുടങ്ങിപ്പോയ പഠനം പല കാരണങ്ങളുണ്ടാവാം, അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതും വളരെ എന്താ പറയുക, ഒതൻറ്റിക് ലിബറലായിട്ടും കൂടാതെ UGC അപ്രൂവ്ഡ് ആണ്. അതായത് ഏതൊരു കൺട്രിയിൽ ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിലും ഇത് വളരെ മുന്നോട്ട് പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും. കാരണം ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട 100 അധികം കുട്ടികളുണ്ട് എഡ്യൂവിങ്ങിൽ നിന്ന് വന്ന്. ഇതിനകത്ത് കുറേ ആളുകൾ ജോലി ചെയ്യുന്നവരുണ്ട്, കുറേ ആളുകൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തിനാണ് എഡ്യൂവിങ്ങിനെ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പം അവർക്ക് കിട്ടുന്നത് മോസ്റ്റ്ലി അവർ പറയുന്ന ഒരു ആൻസർ, കംഫർട്ടബിലിറ്റി. അവർ എല്ലായിടത്തും ഒരേപോലെ ഫീസാണ്, ഫീസിനൊന്നും ഒരു വ്യത്യാസമില്ല. കൃത്യമായിട്ട് കറക്റ്റായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് പോകേണ്ടത്. കംഫർട്ടബിലിറ്റി അവർക്ക് കിട്ടുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഒരു സെയിൽസ് സ്റ്റാഫ് അല്ല അവരെ ഡീൽ ചെയ്യുന്നത്. അവർക്ക് സ്റ്റുഡൻസ് അഫെയർ ടീമുണ്ട്. അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് എക്സാം, എവിടെയാണ് എക്സാമിന് മുമ്പ് പഠിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കരിയർ ഗൈഡൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഇല്ല. അതിനോടൊപ്പം തന്നെ ഇവർക്കൊരു വലിയൊരു അലൂമിനി ഉണ്ട്. 3000-ലധികം കുട്ടികളെയാണ് ഇവർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെപ്പറ്റി എല്ലാ ധാരണകളും എല്ലാം കൃത്യമായിട്ട് അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ മറക്കാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി, ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നമ്പറുകളിൽ വിളിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്ത് പകുതി കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചേക്കുന്നോ, 50% കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ നമ്പേഴ്സ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് എഡ്യൂവിങ്.